ദില്ലിയിലെ CJPയുടെ പ്രതിഷേധം കോൺഗ്രസ് രാഷ്ട്രീയമായി അതിനെ ഏറ്റെടുത്തതോടുകൂടി ഇപ്പോൾ ദില്ലിയിലെ സമരാവേശം രാജ്യവ്യാപകമായി പടരുകയാണോ, രാജ്യസമരമായി മാറുകയാണോ? സ്മൃതി, പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഈ സമരം എന്നുള്ളതാണ്. നമ്മൾ ജന്തർ മന്ദറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ പ്രതികരണങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ അമ്മമാർ, കുട്ടികളൊക്കെ വരുന്നത്. ഒരു പയ്യൻ ഒരു പിന്നിപ്പൊളിഞ്ഞ ഒരു ടെക്സ്റ്റ് ബുക്കുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ എക്സാം നീറ്റ് എക്സാം എഴുതിയ കുട്ടിയാണ്. അത് 616 റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട വിഷയത്തിലേക്ക് അവന് പോകാമായിരുന്നു. അപ്പോൾ ആ പരീക്ഷ റദ്ദാക്കി, രണ്ടാമത്തെ പരീക്ഷ വരുന്നു. അവൻ്റെ റാങ്ക് കുറേ കീഴേക്ക് പോകുന്നു. അപ്പോൾ അവന് വെറ്ററിനറി വിഭാഗത്തിലേ ഇനി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി അവനത് ആഗ്രഹമില്ല. ഒരു ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുട്ടിയാണ്, കണ്ടാൽ അറിയാം. അപ്പോൾ എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും ആ കുടുംബം ആ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ടാകുക. അങ്ങനെ എത്ര കുട്ടികളാണ് അവിടേക്ക് വരുന്നത്. പിന്നെ ഒരു അമ്മ വന്ന് സംസാരിക്കുകയാണ്. ഡൽഹി പോലീസിലുള്ള ഒരു പോലീസുകാരൻ്റെ ഭാര്യയാണ്. ഞാൻ ഈ സമരത്തിലുണ്ട്, എൻ്റെ മകനും ഉണ്ട്, അപ്പോൾ എന്നെ തടയുമായിരിക്കും ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റൊരു രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള അമ്മമാർ, മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മ കരയുന്ന ദൃശ്യങ്ങൾ, അതിപ്പോൾ ഒരുപാട് പേർ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ആരും മറുപടി പറയും? ഒരു മറുപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടേ? ഒരു ഉത്തരവാദിത്തം വേണ്ടേ? 13 പേര് മരിച്ച കുട്ടികളുടെ എണ്ണം പറയുന്നു. പ്രതികൾ 13 പേർ പിടിയിലായിട്ടുണ്ട്. അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗമായി ഈ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്കും അതിൽ ഉത്തരവാദിത്തം ഉണ്ടാവേണ്ടതാണ്. ആ മന്ത്രി അതിൽ കൃത്യമായി പ്രതികരിക്കേണ്ടതാണ്. അത് നമ്മളിവിടെ കാണുന്നില്ല. മറിച്ച് ആ മന്ത്രിയെ പൂർണ്ണമായും സംരക്ഷണ കവചത്തിൽ ഒതുക്കിക്കൊണ്ട് ആ മന്ത്രിക്ക് വേണ്ടിയുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്നത്. ഈ CJP സമരത്തെ ഈ രാജ്യവിരുദ്ധ സമരമായി ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ അണ്ണാ ഹസാരെ സമരത്തിന്റെ മറ്റൊരു പതിപ്പായി സോനം വാങ്ചുക്കിന്റെ സമരം വരികയാണ്. സോനം വാങ്ചുക്കിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരാഹാരം ഒരു പുതുമയുള്ള കാര്യമല്ല. അദ്ദേഹം ഈ ലഡാക്കിന്റെ ഭരണഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം ഇതുപോലെ 21 ദിവസം നിരാഹാരം ഇരുന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം 170 ദിവസം ജയിലിലായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരാഹാരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷേധ രീതിയാണ്. ആ പ്രതിഷേധ രീതി ഇന്നേക്കിതാ 25 ദിവസമായിരിക്കുന്നു. അദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ പ്രതിപക്ഷത്തെ നേതാക്കൾ പോയി. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം JP നഡ്ഡയ്ക്ക് അടക്കം കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. ഈ പറഞ്ഞ മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുക. അതോടൊപ്പം ഈ പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയം പാർലമെന്റിൽ കൃത്യമായി ചർച്ചയ്ക്ക് വയ്ക്കുക. ഇപ്പോൾ പാർലമെന്റിൽ ചർച്ചയാകാമെന്നുള്ള വിട്ടുവീഴ്ചയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത് തന്നെ ഒരു ശുഭസൂചനയായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രി ഇന്നുമില്ല പാർലമെന്റിൽ. പ്രധാനമന്ത്രി ഇന്നലെയുമില്ല പാർലമെന്റിൽ. കുട്ടികളുമായി സംവദിക്കുന്ന പ്രധാനമന്ത്രിയുടെ പരിപാടികൾ തത്സമയം കൊടുക്കാൻ ഇവിടെ നിർദ്ദേശങ്ങളുണ്ട്. അത് നമ്മൾ കാണാറുള്ളതാണ്. പ്രധാനമന്ത്രിയോട് വിദ്യാർത്ഥികൾ എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ പ്രധാനമന്ത്രി വളരെ കുട്ടികളെ സ്നേഹത്തോടു കൂടി കുട്ടികൾക്ക് മറുപടി നൽകുന്നു. പക്ഷേ ഇവിടെ കുട്ടികൾ മരിച്ചു വീഴുന്ന വിഷയത്തിൽ എത്രത്തോളം വൈകാരികമായി പ്രതികരിക്കേണ്ട വിഷയത്തിൽ പ്രധാനമന്ത്രി എവിടെയെന്ന ചോദ്യം വരുമ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. അവിടെ മർദ്ദനമേറ്റ പെൺകുട്ടികളെ ലാത്തികൊണ്ട്, സ്വകാര്യ ഭാഗത്തിലടക്കം ലാത്തികൊണ്ട് കുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഈ ബേട്ടി ബച്ചാവോ എന്നാണ് പറയുന്നത്, ബേട്ടി പഠാവോ. അപ്പോൾ പഠിക്കാനുള്ള സമരമാണ് ഈ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിയായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോട് എന്ത് ആത്മാർത്ഥതയാണ്, പറയുന്ന വാചകങ്ങളിലുള്ള എന്ത് ആത്മാർത്ഥതയാണുള്ളതെന്നുള്ളതാണ്. പെൺകുട്ടികളെ അടിക്കുന്നു. ഒരു 16 വയസ്സുകാരൻ കരഞ്ഞുകൊണ്ട് പറയുക, ഞാനിവിടെ ഈ സമരത്തിന് പിന്തുണയുമായി വന്ന ഒരു ബാഗ് തൂക്കി ഒരു ചെറിയ പയ്യൻ അവൻ്റെ പുറത്ത് അടിച്ചിട്ട് വേദന സഹിക്കാതെ നിന്നിട്ട് അവൻ പറഞ്ഞ അവസാനം കരയുകയാണ്. അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. CJP അവിടെ സമരം നടത്തുമ്പോൾ തന്നെ അവിടെ നുഴഞ്ഞു കയറിയവരുടെ ദൃശ്യങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. പോലീസിനൊപ്പം ഗുണ്ടകൾ ലാത്തി ഉപയോഗിച്ച് ഈ മർദ്ദനത്തിൽ പോലീസിനിടയിൽ കൂടി കയറി നിന്നിട്ട് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ഈ ഗുണ്ടകൾ, പോലീസുകാരെ അവർ മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ അത് CJPയുടെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അതും അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി ചില മാധ്യമങ്ങൾ ഒരു പെൺകുട്ടിയുടെ പ്രതികരണമായി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ്. ആ പെൺകുട്ടി പറയുകയാണ്, അമ്മയെ വിളിച്ചിട്ട് ഫോണിൽ ചോദിച്ചു, ജന്തർമന്ദറിൽ നടക്കുന്നൊക്കെ അമ്മ അറിയുന്നില്ലേ? അവിടെ അറിയുന്നുണ്ട്. അവിടെ എത്ര പോലീസുകാർക്ക് പരിക്കേറ്റു, പോലീസുകാർക്ക് എന്താണ് സംഭവിച്ചതെന്ന്. അതായത് നമ്മൾ ഈ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഈ ഹിന്ദി ചാനലുകളും കൊടുക്കുന്നത് പോലീസുകാരെ ആക്രമിക്കുന്ന ഒരു സംഘം ഗുണ്ടകളെന്നാണ്. ഈ CJP പ്രവർത്തകരെയും ഈ പറയുന്ന വിദ്യാർത്ഥി കൂട്ടത്തെയും അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്ത പ്രചരിപ്പിക്കുന്ന രീതിയിൽ അധമ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരും ഈ ഘട്ടത്തിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ദുർവിധിയായി പറയുന്നത്. ഇനി കോടതിയുടെ ഭാഗത്തുനിന്ന് കോടതി അതിലൊരു ഈഗോ വർക്ക് ചെയ്തിരിക്കുന്നു. കാരണം ഈ കോക്രോച്ച് എന്ന പ്രയോഗം നടത്തിയത് ചീഫ് ജസ്റ്റിസ് ആണല്ലോ. അപ്പോൾ അതിന് പിന്നാലെയാണല്ലോ ശരി ഞങ്ങൾ കോക്രോച്ചുകൾ തന്നെയാണ്, ഞങ്ങളിതാ പടരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CJP എന്ന പാർട്ടി രൂപീകരിച്ചത്. ആ പാർട്ടി ഒരു വിഷയം ഏറ്റെടുക്കുകയാണ്, ആ വിഷയത്തിൽ സമരം നടത്തുകയാണ്. അപ്പോൾ ആ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പോലീസിന്റെ അതിക്രമം അതൊന്നും വിഷയമല്ല. ആ വിഷയം ഞങ്ങൾക്ക് നോക്കാൻ തൽക്കാലം സമയമില്ല എന്ന് കോടതി പറയുമ്പോൾ ഏറ്റവും അവസാനം
അവസാനം ഒരു പരിഹാരം കാണുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കോടതിയെ കാണുന്നത്. ഏറ്റവും ഒടുവിൽ നീതി ലഭിക്കുന്ന ഭാഗമായിട്ടാണ്. അവിടെ നിന്നും നീതി കിട്ടില്ല എന്നുള്ള കൃത്യമായ മറുപടി അവിടെ ലഭിക്കുമ്പോൾ ഇതിനി ഈ സമരത്തിൽ കൂടെ അല്ലാതെ മറ്റു മാർഗമില്ല. ആ സമരം കേന്ദ്രത്തിന് വിട്ടുവീഴ്ച ചെയ്യുന്ന രൂപത്തിലേക്ക് ആ സമരം വളരുക എന്നല്ലാതെ ഒരു നിവൃത്തിയുമില്ല എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്ന പോലെ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ, എല്ലാവരും വ്യക്തികൾ എന്ന നിലയ്ക്ക് തന്നെ കൃത്യമായ നിലപാടെടുക്കുന്നുണ്ട്. വിസ്മയ, അതോടൊപ്പം തന്നെ ശത്രുഘ്നൻ സിൻഹയുടെ മകൾ സോനാക്ഷി സിൻഹ, ഇവരൊക്കെ തന്നെ അവരുടേതായ നിലപാട് കൃത്യമായി പ്രതികരിക്കുന്നു. ഇപ്പോൾ ടോവിനോയുടെ വീട്ടിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. കുഞ്ചാക്കോ ബോബൻ പ്രതിഷേധിക്കുന്നു. അങ്ങനെ സിനിമാ മേഖലയിലെ ഇപ്പോൾ നസ്രുദ്ദീൻ ഷാ അവിടെ പ്രതികരിക്കുന്നു. ഷബാന ആസ്മി സമരം കാണാൻ അവിടെ എത്തുന്നു, അവർക്ക് പിന്തുണ അറിയിക്കുന്നു. അങ്ങനെ പല മേഖലകളിൽ നിന്നായി ഇപ്പോൾ പിന്തുണ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എത്ര പേരെ അടിച്ചൊതുക്കിയാലും അവർക്കെതിരെ എത്ര വകുപ്പുകൾ ചുമത്തിയാലും അവിടേക്ക് കുട്ടികളിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. പാറ്റകളെന്ന പ്രയോഗം ഒരു പരിഹാസ രൂപേണ ഉയർന്നാണെങ്കിലും അതിങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം. പ്രതിപക്ഷം ഏതായാലും ആ സമരത്തെ അകന്നു നിന്ന് കാണാനാണ് ശ്രമിച്ചതെങ്കിലും ഇപ്പോൾ അതിന്റെ ഭാഗമായി നിൽക്കുന്നു. അവരുടെ പിന്തുണയുമായി അവരുടെ വേദിയിലേക്ക് പോകുക എന്നുള്ളതല്ല, വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. കോൺഗ്രസ് അതിനെ ഏറ്റെടുത്തിരിക്കുന്ന രൂപം അത് ഈ സമരവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം 152 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതിനകം ചോർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിദ്യാഭ്യാസ മേഖല, ഈ പരീക്ഷകൾക്ക് മാത്രം സർക്കാരിൻ്റെ വിദ്യാഭ്യാസ ബജറ്റ് 1.4 ലക്ഷം കോടിയാണ്. കുടുംബങ്ങൾ ചെലവഴിക്കുന്നത് 1.32 ലക്ഷം കോടിയാണ്. അപ്പോൾ എത്ര കോടികളാണ് ഇതിലേക്ക് ഒഴുക്കുന്നത്? അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഒരു കുടുംബം ചെലവാക്കുന്ന പണം നമ്മുടെ വിദ്യാഭ്യാസ ബജറ്റോളം വരിക എന്നുള്ളതാണ്. അങ്ങനെ കഴിവുള്ളവരൊന്നുമല്ല, കഷ്ടപ്പെട്ടും മിച്ചം വെച്ചുമൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളാണ്. അവരെ നഷ്ടമെന്നുള്ളത് നികത്താനാകാത്ത നഷ്ടമാണ്. അതിൽ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അത് മറുപടി പറഞ്ഞേ തീരൂ. അത് അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന രൂപത്തിൽ അവതരിപ്പിച്ചാൽ, രാജ്യദ്രോഹികളെന്ന് മുദ്ര ചാർത്തിയാലൊന്നും ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല. അതങ്ങനെ പടരുകയെ തന്നെ ചെയ്യും. കർഷക സമരം പോലെ വിട്ടുവീഴ്ചയിലേക്ക് ഈ വിഷയത്തിനും വരേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. Meet the editors.